ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോവാട്ടോ. രോഗി നമ്മളെ കാക്കുവാണേ. കാക്കുവിൻ്റെ തൊണ്ടയിൽ ചെറിയൊരു പ്രശ്നം. അപ്പം നമ്മളത് ഹോസ്പിറ്റലിലെത്തി. ലൈഫ് ലൈനിലാട്ടോ. കാക്കു എന്നെ വഴക്ക് പറയാട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ വന്നേക്കുവാ, നീ വീഡിയോ എടുക്കണേ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല എന്നറിയുമ്പോൾ പിന്നെ വീഡിയോ എടുത്തില്ലെങ്കിൽ അതൊരു സങ്കടമാവില്ലേ, അങ്ങനെ പറഞ്ഞു. അപ്പോൾ കാക്കുൻ്റെയൊക്കെ വീഡിയോ ഡിലീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുഴപ്പമുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഡിലീറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടോക്കനൊക്കെ എടുത്ത് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലാണ് ഡോക്ടർ ഇരിക്കണേ. അപ്പോൾ നമ്മൾ ലിഫ്റ്റിൽ കയറിയിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ പോകണം. അങ്ങനെ ലിഫ്റ്റുക്കുള്ളിൽ കയറിയിരിക്ക്. ലിഫ്റ്റിനകത്ത് കയറിയപ്പോൾ കാത്തൂന് ദേ വരുന്നു ഒരു കോലുമുട്ടായി. അവിടുത്തെ ഒരു സ്റ്റാഫ് കൊടുത്താണ്. അങ്ങനെ ഒക്കെ ഒരു മിഠായിക്ക് കിട്ടി. നമ്മളിതാ മുകളിലെത്തി. നമുക്ക് ENT-നെയാണ് കാണേണ്ടത്, ഡോക്ടർ ഏലിയാസ് തോമസ്. ഡോക്ടറെ കാണാം. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. നമ്മളെ നമ്പറായി. നമ്മളങ്ങനെ ഡോക്ടറെ അടുക്കി കയറി. കാക്കുവിൻ്റെ തൊണ്ടയ്ക്ക് ഒരു സൈഡിൽ ചെറിയ വെളുത്തിട്ടൊരു സംഭവം ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ നോക്കുന്നുണ്ട്. കുഴപ്പമില്ല, 5 ദിവസത്തേക്ക് ആൻറ്റിബയോട്ടിക് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞു. കാത്തുവിന് എന്ത് സാധനം കിട്ടിയാലും അത് നമുക്ക് തന്നിട്ടേ അവൾ കഴിക്കത്തുള്ളൂ കേട്ടോ. എന്ത് സാധനം കിട്ടിയാലും കുറച്ച് അത് എനിക്കും കാക്കുവിനും കഴിപ്പിച്ചിട്ടേ അവൾ കഴിക്കും. അത് തരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറകെ നടക്കുക. അപ്പോൾ അതാ ഫാർമസിയിൽ നിന്ന് മരുന്നൊക്കെ വാങ്ങണം. നമ്മൾ മരുന്നൊക്കെ കിട്ടി. 5 ദിവസം കഴിക്കാൻ പറഞ്ഞു. 5 ദിവസം കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി വരണം. അങ്ങനെ നമ്മൾ ഇവിടുന്ന് അന്ന് പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 5 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും വന്നു. ഇന്ന് കുറച്ചുകൂടി തിരക്കുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ വന്നതിനേക്കാൾ കുറേ കൂടി തിരക്കുണ്ടെന്ന്. അങ്ങനെ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ നമ്മളപ്പുറത്തൊരു ഒമാനി സ്ത്രീ ഇരിപ്പുണ്ടായിരുന്നേ. അവരുടെ ബാഗിൽ നിന്ന് ഒരു മിഠായി എടുത്ത് കാത്തുവിന് കൊടുത്തിട്ടോ. അപ്പോൾ കാക്കു പറയാ, ലൈലാമ്മയുടെ കൂട്ട് ബാഗിൽ മുട്ടായി ഇട്ടുകൊണ്ടൊക്കെ നടക്കുക, ഇനി ലൈലാമ്മ കാണാണോ, വേഷന്മാർ വന്നിരിക്കുവാണോ എന്നൊക്കെ കാക്കു പറയാം കേട്ടോ. അപ്പോൾ അവരുടെ അടുത്ത് ഒരു മുട്ടായി ഉണ്ടായിരുന്നുള്ളായിരിക്കും കേട്ടോ. കാത്തുവിന് മാത്രമേ കൊടുത്തുള്ളൂ. അവരങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നിട്ട് 2 മിഠായി റേഹുവിന് കൊടുത്തേ. അപ്പം നമുക്ക് മനസ്സിലായി ഇതിനകത്ത് എവിടെയോ ഷോപ്പ് ഉണ്ടെന്ന്. അപ്പം നമ്മളെന്തെങ്കിലും അത് പോയി നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ നമ്മളെ നാട്ടിലത്തെ സകല മിഠായി ഉണ്ട്. ഗ്യാസ് മിഠായി, പുളിമിഠായി, ഇഞ്ചി മിഠായി, പിന്നെന്താ മറ്റേ ബോംബെ പൂട, ആ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് പുളിമിഠായി, കുറച്ച് ബോംബെ പൂടൊക്കെ വാങ്ങി. പിന്നെ ഡോക്ടറെ അടുത്ത് കയറി. നമ്മൾ 5 ദിവസം ടാബ്ലറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും ഉള്ള സാധനത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, അതങ്ങനെ തന്നെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ വായൻ്റെ ഉള്ളിലേക്ക് ക്യാമറയൊക്കെ ഇറക്കിയിട്ട് നന്നായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല, അതങ്ങനെ ഇരിക്കുന്നെങ്കിലും പ്രശ്നമൊന്നുമില്ല. ചിലപ്പോൾ അതങ്ങ് ഇളകിപ്പോകും. ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരുന്നാലും കുഴപ്പമില്ല, പോയാലും കുഴപ്പമില്ല, പോയില്ലെങ്കിലും കുഴപ്പമില്ല, പേടിക്കാനൊന്നുമില്ല എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇനി മെഡിസിനൊന്നും എടുക്കണ്ട, അതങ്ങനെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല, അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ ഡോക്ടർ കാര്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു നല്ല ഡോക്ടറാണ് കേട്ടോ. ഇത്തവണ നമുക്ക് മെഡിസിനൊന്നും വാങ്ങാനില്ലാത്തതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പോവാണ്. അപ്പം നമ്മൾ വെറുതെ ആയില്ലല്ലോ അല്ലല്ലേ വീഡിയോ എടുത്തത്. അപ്പോൾ ഓക്കെ, ബൈ.